ഹായ് ഹലോ. അപ്പോൾ ഞാൻ കുറേ നാളായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊന്നും ഇടാത്തത്. എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാവരോടും ഞാൻ സോറി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ കുറച്ചൊരു കറി, അതായത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും കൂടെ വേണ്ടിയുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത് നമ്മുടെ സോയാബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, പിന്നെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് 2 ഉള്ളി. ഇത് ഇത്രയും വെച്ചാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള വെറൈറ്റി രീതിയിൽ കറി ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ എല്ലാം ഞാൻ ചിലപ്പോൾ സൺഡേ ആയിരിക്കും, എനിക്ക് സൺഡേ കേട്ടോ ലീവ് ഉള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. എൻ്റെ ഇതിന് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഞാൻ കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഓരോ വഴിയെ ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനി ഇത് കുറച്ച് ഡാമേജ് ആയതായിരുന്നു, എന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് കൊണ്ടുവച്ചിട്ട്. അപ്പം ചെറുതായിട്ടൊന്ന് അതിൽ പ്രശ്നം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ചില സ്ഥലത്തേക്ക് ഒന്ന് അഴുകിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ബാലൻസ് നല്ലത് നോക്കി എടുക്കുന്നത് കേട്ടോ. അത്രയും അഴിവിട്ടൊന്നുമില്ല കേട്ടോ. ഒരു സ്ഥലത്തിൻ്റെ 2-3 കുറച്ച് സ്ഥലം മാത്രമേ അഴുകി പോയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ അതിന് വേറെ കുഴപ്പമൊന്നുങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നല്ലത് നോക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടണ്ടെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാട്ടോ ഇങ്ങനെ ഇട്ടയക്കുന്നത്. അപ്പം എൻ്റെ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇനി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോലി തിരക്കൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ഒരു വീഡിയോസ് ഇടാൻ പറ്റാത്തത്. ഇനി തൊട്ട് ഞാൻ നോക്കട്ടെ, സൺഡേ ഒക്കെ നമുക്ക് ഫ്രീ ടൈം ഉണ്ട്. ആ സമയം, അതായത് സൺഡേ നമുക്ക് പോകണ്ട, ആ സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഒരു മാസത്തോളം ഞാൻ ബ്രേക്ക് എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം നികത്തുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ദിവസം എൻ്റെ വർക്കിംഗ് സ്ഥലത്തെ വീഡിയോസൊക്കെ ഇടാൻ കേട്ടോ. അപ്പോൾ രാവിലെ പോകുമ്പോഴുള്ള വീഡിയോസൊക്കെ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മഴയൊക്കെ ആയതുകൊണ്ടും ബുദ്ധിമുട്ടൊക്കെ ഇല്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുക്കാത്ത കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തം അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ചെറിയ ഉള്ളിയിൽ നമ്മുടെ സവാള എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സവാള ഞാൻ നമ്മുടെ അരിഞ്ഞയിലോട്ട് മാറ്റുന്നില്ല, കാരണം അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സവാള മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. എൻ്റെ സവാള എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും കൂടെയാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തതല്ല. എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം മതി, കാരണം ഉരുളക്കിഴങ്ങൊക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് കറി നല്ല ഉരുളക്കിഴങ്ങും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം നമ്മുടെ സവാളയുടെ ആവശ്യമൊന്നുമില്ല, കാരണം 1 മതി. പിന്നെ ഞാൻ എല്ലാം കൂടെ കുറേയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതെല്ലാം അരിഞ്ഞ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സോയാബീൻസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു ചെറിയ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് ഞാൻ എടുത്തിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഒന്ന് വെന്ത് വരുന്നേരം നമുക്കറിയാം, എല്ലാവർക്കും ചെയ്യാൻ അറിയാമല്ലോ. പിന്നെ ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനൊന്ന് ഉപ്പിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതങ്ങ് അടുപ്പിലോട്ട് വെച്ചിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. പക്ഷെ അതിന് മുമ്പ് നമ്മൾ കുറച്ച് ഉപ്പ് എടുക്കുന്നുണ്ട്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ചൂടുവെള്ളത്തിലൊന്ന് ഇട്ടെടുക്കാനാണ് കേട്ടോ. ഉപ്പിട്ടിട്ട് ഞാൻ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പച്ചക്കറിയും ഞാൻ ഇതുപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഇത് മാത്രം ഞാൻ വേറെ രീതിയിലാണ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൽ കുഞ്ഞു കുഞ്ഞു പുഴുക്കളൊക്കെ കാണും. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയാണ് കേട്ടോ ഇതിന് ചൂടുവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിലുണ്ടാകുന്ന അണുക്കൾ, അതായത് പുഴുക്കളെല്ലാം ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിതൊന്ന് ഉപ്പിട്ട് ചൂടുവെള്ളത്തിലോട്ടൊന്ന് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് ഓവറായിട്ട് കുക്കൊന്നും ആവത്തില്ല, നമ്മൾ അങ്ങനെ വെന്തെന്ന് വരത്തില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ടുള്ളൂ, എന്ന് വെച്ചാൽ നമ്മുടെ അണുക്കൾ പുഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ ഒന്ന് കണ്ടതുപോലെ തോന്നി, പക്ഷേ പുഴുക്കളൊന്നും ഇല്ലായിരുന്നു. ചിലതിലൊക്കെ പുഴുക്കളുണ്ടാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇതെടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒന്ന് സ്ലൈഡ് തിരിച്ച്, അതായത് നമ്മുടെ സൈഡ് തിരിച്ച് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല, വെളുത്തുള്ളി അങ്ങനെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഇത്രയും കാര്യം എടുക്കുന്നുണ്ട്.
പച്ചമുളക് 4 മതി നമുക്ക് എരിക്ക്. പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അധികം പച്ചമുളകില്ല കേട്ടോ. നമ്മൾ ഈ കുറുമക്കറിയൊക്കെ വയ്ക്കുമ്പം നമുക്ക് മുളക് പൊടിയൊന്നും ചേർക്കത്തില്ലല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് എരിക്ക് വേണ്ടി എടുക്കണം കേട്ടോ. നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാൻ കടുക് ചേർക്കുന്നില്ല കേട്ടോ, കടുക് സത്യം പറഞ്ഞാൽ തീർന്നു പോയി, അതുകൊണ്ട് കടുക് ഞാൻ എടുക്കുന്നില്ല. പിന്നെ കറിവേപ്പില ഇട്ട് ഞാനൊന്ന് പൊട്ടിച്ചെടുക്കുന്ന കറിവേപ്പില ഇട്ടിട്ട് നമ്മുടെ പച്ചമുളകും കൂടെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഇളകി വരണ, അതായത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഇടുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒന്ന് വെന്ത് വരണം. അത് എണ്ണയിലാണ് കേട്ടോ ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഒന്ന് എണ്ണയിൽ വെച്ച് ഒന്ന് ഇളക്കി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് അധികം ചേർക്കുന്നുണ്ട്, കാരണം നമുക്ക് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ എപ്പോൾ കറി വെച്ചാലും രണ്ടാമത് ഉപ്പ് ചേർക്കുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപ്പ് കൂടുന്നത്. പക്ഷേ അത് എനിക്ക് നോർമലാണെങ്കിലും ഇവിടെ കഴിക്കുന്നവർക്ക് ചിലപ്പോൾ അത് കൂടുതലായിരിക്കും, അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ സോയാബീനൊക്കെ എല്ലാം പുഴിഞ്ഞ്, അതായത് എൻ്റെ വെള്ളം മൊത്തം ഞാൻ പിഴിഞ്ഞ് കളയുന്നുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് ഇത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്, വേറെ ഒന്നുമല്ല, ഇത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് കറി ഇത് മെയിനായിട്ട് നമ്മുടെ കറിയായിട്ട് ഇതാണല്ലേ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ രണ്ട് പാർട്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാം കൂടെ ഒന്ന് പൊഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് മതി, നമുക്കിത് ഇനിയും കുഞ്ഞൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഇത്രയും വലിയ ഇതാണ് കേട്ടോ, ഇതിനെക്കാട്ടിയും ചെറുത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇത്തിരി കൂടെ വലുതായിരുന്നു കേട്ടോ, അത് ഞാനാണെങ്കിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നമ്മുടെ പ്ലേറ്റിലോട്ടെല്ലാം ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അത് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അതൊന്ന് ആവിയിലായിട്ടുണ്ട് കേട്ടോ, എന്നാലും ഇതിനി വേവാണ്ട്. അതുകൊണ്ട് ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട്, എന്നുവെച്ചാൽ നമ്മുടെ ഇത് ഓയിലിരുന്നാണ് കേട്ടോ ഇത്രയും കുക്കായത്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ, തേങ്ങാപ്പാൽ ഇതിൻ്റെ കറിക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുക്കുന്നുള്ളൂ, കാരണം ഇളം തേങ്ങയായിരുന്നു, അപ്പോൾ നമുക്ക് നല്ല പാൽ കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ, 1 ഗ്ലാസ്. ആ ഗ്ലാസ്സിനുള്ള പാൽ മതി കേട്ടോ. നമ്മൾ രണ്ടാം പാൽ ചേർക്കുന്നില്ല, ആദ്യത്തെ പാൽ ചേർത്ത് മാത്രമാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് അധികം തേങ്ങയൊന്നും എടുക്കുന്നില്ല, വെറുതെ വേസ്റ്റ് ചെയ്യണമല്ലോ. ഇതെല്ലാം പുഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ കൊത്ത് നമ്മൾ കളയേണ്ടി വരില്ലേ, അതൊന്നും കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. രണ്ടാമത് ഞാൻ ഒന്നും കൂടെ ഇട്ടൊന്ന് അടിച്ചെടുക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഇത് പുഴുങ്ങിയതിന് ശേഷവും കുറേ പാലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഒന്ന് പുഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല കൊഴുപ്പും ടേസ്റ്റും കൂടാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഞാനിത് 1 ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ്സിൻ്റെ പകുതിയിൽ എടുത്തിട്ടുണ്ട്, രണ്ടാമത് വീണ്ടും പുഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇത് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അതൊന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വെന്തോന്ന് ഒന്ന് തവിയുണ്ടോന്ന് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ സോയാബീൻ അതിലിട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ചേരുവകൾ, അതായത് പൊടി വർഗ്ഗങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയാണ് കേട്ടോ. അത് നമ്മുടെ കാശ്മീർ ചില്ലിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മറ്റേ പൊടിച്ചുകൊണ്ട് പറഞ്ഞ മുളക് പൊടി, അതായത് അത് തീർന്നു പോയി കേട്ടോ. അപ്പം നമ്മൾ അത്യാവശ്യത്തിന് കാശ്മീർ ചില്ലി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 3 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കവറിലെ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കണം. പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഗരം മസാല ചേർക്കുന്നത് അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേട്ടൻ വന്ന സമയത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. കടയിൽ രാവിലെ പോയ സമയത്ത് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനല്ലാത്ത നമ്മുടെ മസാല വറുത്ത് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചേട്ടൻ പൊടിച്ചതാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. പൊടിച്ചത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് ആ ഒരു ടേസ്റ്റും മണവും കാണത്തില്ല. സാധാ നോർമലി നമുക്ക് ഈ പൊടിച്ചെടുക്കാനുള്ളത് വറുത്തിട്ട് പൊടിച്ചെടുക്കാനുള്ളത് കിട്ടിയാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിക്ക്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര ഗ്രേവി മതി, ഇത് കൂടെ വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനത് ചേർക്കുന്നില്ല കേട്ടോ. എനിക്കിങ്ങനെ തിക്കായിട്ടിരിക്കണം, ഓവറായിട്ട് വെള്ളം കണക്കും ആവത്തില്ല. നമുക്കൊരു കൊഴുപ്പ് രൂപത്തിലുള്ള കറിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനത് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കി കേട്ടോ. അപ്പോൾ ഉപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാല പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.